Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Okay, കഴിച്ചോ എല്ലാവരും? കഴിച്ചു. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് എന്ത് കഴിച്ചില്ലേ? എല്ലാവരും കഴിച്ചിട്ടൊക്കെ ക്ലാസ്സിൽ ഇരിക്കാട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. ടൈം ആയിട്ടില്ല. എപ്പോഴാണ് ടൈം? ഞാൻ കഴിച്ചു. ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ. നമ്മൾ എടുത്ത് നിർത്തിയത് സ്റ്റാഫിംഗ് പറഞ്ഞു, സ്റ്റാഫിംഗ് പ്രോസസ്സ് പറഞ്ഞു അല്ലെ? അത്ര വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷൻ ആണ്. നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്? ഹോസ്പിറ്റലുകളിൽ വരുന്ന പേഷ്യൻസിനെ അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുമാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലെ? അതുപോലെ തന്നെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിനിസ്ട്രേഷൻ ഏരിയയുടെ ഒരു ജോലി അല്ലെങ്കിൽ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലിൽ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് എന്താണ് പോളിസീസ്, പ്രൊസീജിയേഴ്സ് അല്ലെ, ലോസ് കാര്യങ്ങളൊക്കെ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അവർ ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ടാസ്കുകളാണ് എന്ത്? സ്റ്റാഫിംഗ് ആൻഡ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്റ്റാഫിംഗ് മീൻസ് ദ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് സെർച്ചിങ്, choosing, analyzing and creating working relationship with the present or future employees. എന്താണ് നമ്മൾ സെർച്ച് ചെയ്യാം അല്ലെ? ഇപ്പൊ ഏതൊരു ഹോസ്പിറ്റൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
അവിടേക്ക് ആളുകളെ വേക്കൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ആളുകളെ നമ്മൾ എങ്ങനെയാ സെർച്ച് ചെയ്തെടുക്കുന്നത്? പല പല ആഡ്സുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആഡ്സുകൾ കാണുമ്പോൾ അതിലേക്ക് നമ്മൾ ബയോഡാറ്റകൾ അയക്കുന്നു അല്ലെ. നമ്മൾ അതിൽ നിന്ന് നമ്മളുടെ യോജിച്ച ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അവര് ഫ്യൂച്ചറിലും പ്രസന്റിലും നല്ല വർക്കിംഗ് റിലേഷൻഷിപ്പ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കാര്യമാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്, സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് പൊസിഷനിലേക്ക് നമ്മൾ ചെയ്യുന്നതിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് അല്ലെ. ഒരാൾക്ക് ഇപ്പൊ നഴ്സിംഗിനെ കൊണ്ടുപോയിട്ട് റിസപ്ഷനിസ്റ്റ് ആയിട്ട്, നഴ്സുമാരെ കൊണ്ടുപോയിട്ട് റിസപ്ഷനിസ്റ്റ് ആയിട്ട് എത്താൻ പറ്റൂല. ഇല്ല. എന്താണ്, നഴ്സുമാരുടേതായിട്ടുള്ള ജോലിയിലേക്ക് വേണം അവരെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട്. കറക്റ്റ് ആയിട്ടുള്ള ആ പൊസിഷനിലേക്ക് റൈറ്റ് പേഴ്സണെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. Okay. Next നോക്കാം. Staffing is a logical operations that consists of many independent actions. രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. Recognizing the type and the amount of nursing care required by the patient. എന്താ അതിൽ ഉദ്ദേശിക്കുന്നത്? Recognizing എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ മീനിങ് എന്താ? Recognizing എന്താണ്? Recognizing the type and the amount of nursing care required by the patient. എന്താണ് recognizing എന്ന് പറഞ്ഞാല്? എന്താ മീനിങ്? തിരിച്ചറിവ് അല്ലെ. തിരിച്ചറിയുക അല്ലെ. തിരിച്ചറിയുക. റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക. എന്താണ്? ഒരു രോഗിയുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് ടൈപ്പ് നഴ്സിംഗ് കെയർ വേണമെന്നുള്ളത് തിരിച്ചറിയണം. ഓക്കെ. ഒരു രോഗിയുടെ ആവശ്യമനുസരിച്ച് എത്ര എമൗണ്ടില് എത്ര ടൈപ്പില് വേണം എന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം, തിരിച്ചറിയുക. ഇനി എന്താ? Selecting and appointing employees from available applicants. ഇനി അനുയോജ്യമായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുകയും അപ്പോയിന്റ്മെന്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ. അനുയോജ്യമായിട്ടുള്ള ആളുകൾ, ഇപ്പൊ നഴ്സുമാരെ ഞാൻ പറഞ്ഞു, നഴ്സുമാരെ കൊണ്ടുപോയിട്ട് റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസിയിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കറക്റ്റ് ആയിട്ട് ജോലി കാര്യങ്ങളൊക്കെ നടക്കുമോ? ഇല്ല. നഴ്സുമാരുടെ പോസ്റ്റിലേക്ക് നഴ്സുമാരെ തന്നെ നമ്മള് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യിപ്പിക്കണം അല്ലെ. അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യിപ്പിക്കാം? അവരെ റിക്രൂട്ട് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ കറക്റ്റ് ജോബിലേക്ക് കറക്റ്റ് ആളുകളെ, അനുയോജ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുകയും അപ്പോയിന്റ്മെന്റ് ചെയ്യുകയും വേണം. രണ്ട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. രോഗിയുടെ ആവശ്യം അനുസരിച്ച്, നീഡ്സ് അനുസരിച്ച്, അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് എത്ര എമൗണ്ടില് എത്ര ടൈപ്പില് അവർക്ക് നഴ്സിംഗ് കെയർ വേണം എന്നുള്ളത് തിരിച്ചറിയുക. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള രോഗികൾക്ക് എന്താണ് ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുകയും അപ്പോയിന്റ്മെന്റ് ചെയ്യുകയും വേണം. ഇനി aims of nursing administration contact on 3 basic elements. 3 എലമെന്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എയിംസും കൂടിയാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. എന്താണ്? നല്ല രീതിയിൽ അല്ലെ, ഹൈ ക്വാളിറ്റിയില് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ട് വേണം നഴ്സിംഗ് കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. ഇനി എന്താ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂൾ 2 ചാപ്റ്റർ 2. അപ്പൊ നമ്മൾ പറഞ്ഞു ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന രോഗികൾക്ക് നല്ല രീതിയിൽ ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുക. A structured and flexible, stimulating environment with the job satisfaction as well as the chances to develop their knowledge and skills.
അപ്പൊ എന്ത് ചെയ്യണം? നഴ്സുമാർക്ക് അല്ലെ, നഴ്സുമാർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, നഴ്സുമാർക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം അല്ലെ. നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും? ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും അല്ലെ. ജോബ് സംതൃപ്തരായിരിക്കും. അവിടേക്ക് വരാനായിട്ടും ജോലി ചെയ്യാനായിട്ടും അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ജോബിൽ അവർ സാറ്റിസ്ഫൈഡ് ആകുന്നത് കൊണ്ട് തന്നെ എന്താണ്, അവരുടെ നോളജും സ്കില്ലും ഇംപ്രൂവ് ആകാനായിട്ട് ഇടവരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങളൊരു ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ അവിടേക്ക് വരാനായിട്ട് ചിലർക്ക് എന്താണ് ഈ ആക്സിഡന്റ് ആകുന്നതൊക്കെ ഒരു ഇതായിരിക്കാം. ഇപ്പൊ നല്ല രീതിയിൽ വർക്കിംഗ് എൻവയോൺമെന്റ് ഇല്ല, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ നല്ല രീതിയിൽ പെരുമാറുന്നില്ല, അല്ലെങ്കിൽ മേലധികാരികൾ ഭയങ്കര ഇതായിരിക്കാം, റൂഡായിട്ട് പെരുമാറാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ആ കമ്പനിയിലോട്ട് വരാൻ തന്നെ നമുക്ക് പറ്റില്ല അല്ലെ, ഇഷ്ടമായിരിക്കില്ല. പക്ഷെ ഇവിടെ പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നഴ്സുമാർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ജോബില് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുവഴി അവരുടെ നോളജും സ്കില്ലും ഇംപ്രൂവ് ആകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താ? The management process causing an efficient and effective pattern of a nursing care service in the most frugal manner. Frugal എന്ന് പറഞ്ഞാൽ ലളിതമായ കേട്ടോ. frugal means ലളിതമായ. അപ്പൊ എന്താണ്, ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിലാണ് നടക്കുന്നതെങ്കിൽ അവിടെ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും ഇല്ലേ. നമ്മൾക്കറിയാം ഈ അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള ഏരിയാസ് ആണ് അല്ലെ. അവരാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോരുത്തരും എന്ത് ഡ്യൂട്ടീസ് ആണ്, എന്ത് ഗൈഡ് ലൈൻസിലൂടെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിട്ടൺ രീതിയിൽ എഴുതി തരുന്നത്. അപ്പൊ അവര് ചെയ്യുന്നത്, അവര് പറഞ്ഞതുപോലെ വേണം ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും എല്ലാ പ്രവർത്തനങ്ങളും നടത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുമൂലം എന്താണ്, അവിടേക്ക് വരുന്ന പേഷ്യൻസ് നല്ല രീതിയിലുള്ള ഒരു നഴ്സിംഗ് കെയർ കൊടുക്കാനായിട്ട് ഇടവരുന്നുണ്ട്. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് എയിംസിൽ വരുന്നത്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഹൈ ക്വാളിറ്റി കെയർ അല്ലെ, നല്ല ഗുണനിലവാരമായിട്ടുള്ള നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ആ നഴ്സുമാർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ആകുന്നുണ്ട്. അവർക്ക് അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടും അവരുടെ ആ ജോബില് നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് നോളജ് ഇംപ്രൂവ് ആകുന്നുണ്ട്. അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടും അതുവഴി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് നല്ല രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ ഏരിയയാണ് ഹോസ്പിറ്റലുകൾക്ക് ഉള്ളതെങ്കിൽ അവിടെ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നമുക്ക് നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. ഇതിൽ പറയുന്നത് നോക്കിയേ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി suitable educational training given to the nursing staff for the kinds of services they are being made ready for. അപ്പൊ അവിടെ പറയുന്നുണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് അല്ലെ.
എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല്? എന്താ ക്വാളിറ്റി ഹരിത? എന്താ മീനിങ് ക്വാളിറ്റി എന്ന് പറയുമ്പോ? ക്വാളിറ്റിയുടെ മീനിങ് എന്താ ഹരിത? ആ, ഗുണനിലവാരം അല്ലെ. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാലോ അളവ് അല്ലെ, അളവാണ്. അപ്പോ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു തരാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നഴ്സിംഗ് സ്റ്റാഫിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും തീരുമാനിക്കുന്നത് അവർ പഠിച്ച ഒരു എഡ്യൂക്കേഷണൽ ട്രെയിനിങ്ങിന്റെ ബേസിലാണ്. അതായത് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കോഴ്സിൽ ചേർന്നു അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ചേർന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്സാംസ് ഒക്കെ കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് കിട്ടി. ആ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും? വീട്ടിൽ തന്നെ വെക്കുമോ നിങ്ങള്? എന്തിനു വേണ്ടിയിട്ടാ ചേർന്നത് ഈ കോഴ്സില്? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? എന്തിനു വേണ്ടിയിട്ടാ കോഴ്സിൽ ജോയിൻ ചെയ്തേ? ആ, ജോബ് കിട്ടാനായിട്ടല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഈ കോഴ്സ് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് കിട്ടി. സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? CV ഉണ്ടാക്കിയിട്ട് ജോബ് വാക്കൻസി കാണുമ്പോ അവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യും. ഇനി അതിനുശേഷം എന്താണ്? നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അപ്പോ നിങ്ങൾ ചെല്ലുമ്പോ ഹോസ്പിറ്റൽ എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അവിടെയുള്ള എല്ലാ വർക്കുകളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ എല്ലാ സ്റ്റാഫുകൾക്കും നിങ്ങളെ ഇഷ്ടമാണ്. അതാണ് നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഒരാളെ ഇഷ്ടപ്പെടുന്നത് അല്ലെ, വർക്കുകള് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും നിങ്ങളെ ഇഷ്ടമാണ്. അതാണ് എന്ത് നിങ്ങളുടെ ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താ ക്വാണ്ടിറ്റി? നമ്മളെ അളക്കാൻ പറ്റണോ അല്ലെ. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോ നമ്മൾ ജോയിൻ ചെയ്ത ഹോസ്പിറ്റലിൽ നമ്മുടെ മേലധികാരി നമുക്ക് തരുന്ന വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ ഇത്ര ജോബ് ചെയ്ത് തീർക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ആ 2 ദിവസത്തിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്ത് തീർത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? അതാണ് നിങ്ങളെ അളക്കാൻ പറ്റുന്നു. അതാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ക്ലിയർ ആയോ? ക്വാണ്ടിറ്റി എന്താണ്, ക്വാളിറ്റി എന്താണെന്നുള്ളത്? ഓക്കെ. അപ്പോ ഒരു നഴ്സിംഗ് സ്റ്റാഫിന്റെ ഒരു ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും തീരുമാനിക്കുന്നത് അവര് പഠിച്ച ഒരു എഡ്യൂക്കേഷണൽ ട്രെയിനിങ്ങിന്റെ ബേസിലാണ്. ഇനി എന്താണ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാല്? എന്താ യൂട്ടിലൈസേഷൻ? എന്താ മീനിങ്? യൂട്ടിലൈസ്, ഉപയോഗം അല്ലെ, ഉപയോഗം. നോക്കാം. A nursing staff must be allotted work in such a way that the knowledge skills acquired are best used for the purpose they were imparted or trained. അപ്പൊ എന്താണ്? നിങ്ങള് ഒരു കോഴ്സ് കഴിഞ്ഞു അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞു. നിങ്ങളുടെ ജോബില് എന്താണ് നോളജ്, അതുപോലെ തന്നെ സ്കില്ലും എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നതാണ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞു ആ ജോബില്. അപ്പൊ എന്താണ്? നിങ്ങൾക്ക് കുറെ തിയറിയും കാര്യങ്ങളായിരിക്കും പഠിച്ചിട്ട് വരുന്നത് അല്ലെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ജോലി ഹോസ്പിറ്റലിൽ കിട്ടി, അത് കഴിഞ്ഞതിന് ശേഷം അവിടെ എന്താണ് നിങ്ങൾ പഠിച്ച തിയറി അവിടെ അപ്ലൈ ചെയ്യണം. പ്രാക്ടീസ് അല്ലെ, പ്രാക്ടിക്കലിലൂടെയും ട്രെയിനിങ്ങിലൂടെയൊക്കെ ആ തിയറി, പഠിച്ച തിയറീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതിനെയാണ് നമ്മള് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. ഓക്കെ ആണോ യൂട്ടിലൈസേഷൻ? അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി. ഓക്കെ. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് ആണ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്, അതുപോലെ യൂട്ടിലൈസേഷൻ. ഇനി നെക്സ്റ്റ് എന്താണ്? സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. ഓക്കെ. Recognize the nursing year hour needed to care for the patient for a day or for a shift. അപ്പൊ എന്താണ്? നമ്മൾ തിരിച്ചറിയണം അല്ലെ, ഒരു രോഗിക്ക് നമ്മൾ എത്ര അവേഴ്സ്
നഴ്സിംഗ് പരിചരണം കൊടുക്കണം എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യണം, തിരിച്ചറിയണം. സ്റ്റാഫിംഗ് റിലീസ് ഓൺ എ capacity of a hospital, standards provided, number of beds and different treatment services. ഇനി നമ്മൾ ഹോസ്പിറ്റലിലെ കപ്പാസിറ്റി അല്ലെ, ഹോസ്പിറ്റൽ ചെറുതാണോ വലുതാണോ എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാഫുകളെ നമ്മൾ അവിടെ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാ പറയുന്നത്, ചെറുതാണോ വലുതാണോ എന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ അല്ലെ, സ്റ്റാഫുകൾ എത്രമാത്രം അവിടെ ജോലിക്ക് എടുക്കുന്നുണ്ട് അല്ലെ. സ്റ്റാഫുകൾ കുറവാണെങ്കിൽ ഇത് സ്മോൾ സൈസ് ഓഫ് ഹോസ്പിറ്റൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡഡ്, എന്താണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനദണ്ഡങ്ങൾ, അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ മാനദണ്ഡങ്ങളെ ബേസ് ചെയ്താണ് ഹോസ്പിറ്റൽ നിർവഹിക്കുന്നത്. ഇനി നമ്പർ ഓഫ് ബെഡ്സ് കൂടുതലുണ്ടോ കുറവുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ഓഫ് സർവീസസ്, നമ്മൾ ട്രീറ്റ്മെന്റ്സുകൾ പഠിച്ചില്ലേ, ഡിഫറെന്റ് ട്രീറ്റ്മെന്റ്സുകൾ ആയുർവേദയുണ്ട്, അങ്ങനെ അതുപോലെ തന്നെ എന്താ ആയുർവേദ, അതുപോലെ തന്നെ ഹോമിയോപ്പതി, അങ്ങനെ പല പല അലോപ്പതി സിസ്റ്റങ്ങൾ, അങ്ങനെയുള്ള ഡിഫറെന്റ് ട്രീറ്റ്മെന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാഫിനെ നമ്മൾ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളും സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, നമ്പർ ഓഫ് ബെഡ്സ് അനുസരിച്ചിട്ട്, ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസസ്, ഇതൊക്കെ അനുസരിച്ചിട്ട് സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ ആന്റിസിപ്പേറ്റിംഗ് നഴ്സിംഗ് വർക്ക് ലോഡ്, a manager must calculate not only the total number of patients to be cared for, but also the proportion of in each category. അപ്പൊ എന്താ പറയുന്നത്, ഇവിടെ ഹോസ്പിറ്റല് മാനേജേഴ്സ്, മേലധികാരികള് എന്താ പറയുന്നത്, അതിതാ പറയുമ്പോ കേൾക്കുന്നില്ലേ? ഞാനിപ്പോ പറയുന്ന പോർഷൻ വേറെ ആണല്ലോ, പറയുമ്പോ കേൾക്കുന്നില്ല, എവിടെ പോയിരുന്നു? എന്ത് ചെയ്തിരുന്നു ഞാൻ പറയുമ്പോ ഇവിടെ? ഓക്കെ, നോക്കാം. എന്താണ് ഇവിടെ ഹോസ്പിറ്റലില് മാനേജേഴ്സ്, മേലധികാരികൾ അല്ലെ, മാനേജേഴ്സ് എന്ന് പറഞ്ഞാല് മേലധികാരികളാണ്. അതെന്താണ്? നഴ്സിംഗ് കെയറിന്റെ പ്രപ്പോർഷൻ എത്രത്തോളം ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ്? ടോട്ടൽ പേഷ്യന്റിന്റെ എണ്ണം അനുസരിച്ചിട്ടല്ല, പിന്നെ എങ്ങനെയാണ്? പ്രപ്പോർഷൻ അനുസരിച്ചിട്ടാണ് അത് നോക്കുന്നത്. ഓക്കെ, ടോട്ടൽ പേഷ്യന്റ് എത്ര എണ്ണം ഉണ്ട്, ആ എണ്ണമല്ല അവിടെ എടുക്കുന്നത്, പകരം എന്താണ്? പ്രപ്പോർഷൻ ആണ് നോക്കുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ മേലധികാരികൾ അല്ലെങ്കിൽ മാനേജേഴ്സ് നഴ്സിംഗ് കെയറിന്റെ പ്രപ്പോർഷൻ എത്രത്തോളമാണെന്ന് കണക്ക് കൂട്ടുമ്പോൾ ടോട്ടൽ പേഷ്യൻസിന്റെ എണ്ണമല്ല കൂട്ടുന്നത്, പിന്നെ എന്താണ്? പ്രപ്പോർഷൻ ആണ് അവിടെ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം, നഴ്സിംഗ് കെയർ ആർക്കാണ് കൂടുതൽ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കുറവ് കൊടുക്കേണ്ടത് ആർക്കാണെന്ന് നോക്കുമ്പോ, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുമ്പോൾ ജനറൽ വാർഡിലെ ഫീച്ചേഴ്സ് ആയിരിക്കില്ല ICUല് ചെയ്യുമ്പോൾ ഉള്ളതല്ലേ. ICUല് എന്താണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്, തീവ്രമായിട്ട് നമ്മളെ ആളുകളെ പരിചരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ, പരിചരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ജനറൽ വാർഡില് 5 പേഷ്യൻസിന് ചിലപ്പോ ഒരു നേഴ്സ് എന്ന നിലയിലായിരിക്കും ആ പ്രപ്പോർഷൻ വരുന്നത്. ഓക്കെ, 5 പേഷ്യൻസിന് ഒരു നേഴ്സേ ഉണ്ടാവുള്ളൂ. ഇനി ICUലാണെങ്കിൽ എങ്ങനെയാണ്? ICU നിങ്ങൾ എടുത്തോ? ചാപ്റ്റർ എടുത്തായിരുന്നോ? ICU എടുത്തായിരുന്നോ? പ്രപ്പോർഷൻ പഠിച്ചിട്ടുണ്ടോ? പ്രപ്പോർഷൻ പഠിപ്പിച്ചോ മിസ്? 1:2, പിന്നെന്തായിരുന്നു? 1:1 അല്ലെ? ഓക്കെ. അപ്പൊ ICUൽ എന്താണ്? ഒരു പേഷ്യന്റിന് ഒരു നേഴ്സ് എന്ന നിലയിലാണ് എന്താണ് പരിചരണം കൊടുക്കേണ്ടത് അല്ലെ. കാരണം എന്താണ്? അവിടെ തീവ്രമായിട്ട് നമ്മളെ രോഗികളെ പരിചരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പോ ജനറൽ വാർഡിലെ ഫീച്ചേഴ്സ് ആയിരിക്കില്ല ഈ ICUൽ ഉള്ളത്. അപ്പൊ അവിടെ എന്താണ് നോക്കുന്നത്? ഹോസ്പിറ്റലിലെ മാനേജേഴ്സ് നഴ്സിംഗ് കെയറിന്റെ പ്രപ്പോർഷൻ എത്രത്തോളമാണെന്ന് കണക്ക് കൂട്ടുമ്പോ ടോട്ടൽ പേഷ്യന്റിന്റെ എണ്ണമല്ല കണക്ക് കൂട്ടുന്നത്, ആ പ്രപ്പോർഷൻ ആണ് അവിടെ നോക്കുന്നത് കേട്ടോ. ഓക്കെ,
അവിടെ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്, കാറ്റഗറി ചെയ്തിട്ടുണ്ട് നോക്കാം. സെൽഫ് കെയർ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാല് ചിലപ്പോ ഒരു ദിവസം ഒരു നേരം മാത്രം കെയർ കൊടുക്കേണ്ട രോഗികൾ ഉണ്ടാവാം. ഇനി മിനിമൽ കെയർ എന്ന് പറയുമ്പോൾ ചിലപ്പോ ഇങ്ങനെ മരുന്നൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കില്ലേ, മരുന്ന് എടുത്ത് കൊടുക്കുന്നത് അങ്ങനെയുള്ള പരിചയം കേട്ടോ. പിന്നെന്താ ഫുൾ കെയർ, പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ കൂടെ ഫുള്ളും നമ്മൾ എന്ത് ചെയ്യണം, അവരെ കെയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇന്റൻസീവ് കെയർ നമ്മൾ പറഞ്ഞു അല്ലെ, തീവ്രമായിട്ട് അവർക്ക് എന്താണ് തീവ്രമായിട്ട് പരിചരണം കൊടുക്കേണ്ട ഒരു എന്താണ് ഇന്റൻസീവ് കെയർ പേഷ്യൻസ് എന്ന് പറയുന്നത്. അവരുടെ കൂടെ നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു 1:1 എന്ന പ്രപ്പോർഷനിലാണ് അവിടെ നോക്കുന്നത്, പ്രപ്പോർഷൻ നോക്കുന്നത്. ബിക്കോസ് ദ കെയർ നീഡ്സ് ഡിഫറെന്റ് ഫ്രം ദ കാറ്റഗറി ടു അനദർ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് എന്താ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ ഇൻക്ലൂഡ്സ്. ഓക്കെ, രണ്ട് രീതിയിലാണ് പേഷ്യന്റ് കെയർ നമ്മൾ കൊടുക്കുന്നത്. എന്തൊക്കെയാണ്? ഡയറക്റ്റ് കെയർ ഉണ്ട്, ഇൻഡയറക്റ്റ് കെയർ ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ നോക്കാം, ഈസ് കെയർ given by nursing staff by working in the presence patient and related to the patient physical and psychological requirements. എന്താണ് സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ? എന്താണ്? മനഃശാസ്ത്രമായിട്ട് സംബന്ധിക്കുന്ന അല്ലെ, മനഃശാസ്ത്രപരമായിട്ടുള്ള. അപ്പോ എന്താണ്? ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സിന്റെ ബേസിലാണ് നേഴ്സിംഗ് കെയർ രോഗികൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് ഫീഡിങ്. എന്താ ഫീഡിങ് എന്ന് പറഞ്ഞാല്? എന്താ ഫീഡിങ്? പാല് കൊടുക്കുന്നതാണോ രോഗികൾക്ക്? എന്താണ്? ഫുഡ് കൊടുക്കുന്നത് അല്ലെ. പിന്നെ എന്താ? ട്രീറ്റ്മെന്റ് അല്ലെ, ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. മൊബിലിറ്റി എന്താ? ചലനശേഷി അല്ലെ, ചലനശേഷി. അതുപോലെ തന്നെ മെഡിക്കേഷൻസ്, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്. ആൻഡ് മോർ ദ ഡിപെൻഡൻസ് the patient is on the nurse to conduct related activity, the more hours of a nursing care is required for that patient. Okay, അപ്പൊ എന്താണ്? കുറെ അവേഴ്സുകള് നമ്മൾ ഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ എന്താണ്? കുറേ അധികം ഇപ്പൊ വീൽ ചെയറിലൊക്കെ കിടക്കുന്ന പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ, വീൽ ചെയറിലായിട്ടുള്ള നടക്കാൻ പറ്റാത്ത കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, തളർന്ന് കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ്? അവര് ചിലപ്പോ തന്നെ ഇരിക്കാനായിട്ടോ അല്ലെങ്കിൽ നടക്കാനായിട്ടോ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവരെ വീൽ ചെയറിലൊക്കെ എടുത്തിരുത്താം, അവർക്ക് ഫുഡ് കൊടുക്കാം, ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെഡിസിനുകൾ പ്രൊവൈഡ് ചെയ്യാം, ടൈമിലൊക്കെ എടുത്തു കൊടുക്കാവുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമ്മള് കെയർ കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. മൊബിലിറ്റി എന്ന് പറഞ്ഞാല് ചലനശേഷി. ഇനി ഇൻഡയറക്റ്റ് എന്തിട്ടായിരിക്കാം? അപ്പൊ ഇൻഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? എന്തായിരിക്കാം? Are those ventures undertaken on the patient behalf the removed from his presence? Indirect care consists of assembling supplies and equipment, seeking advice with the other healthcare team members, writing and reading patients' reports, reporting construction discharge plans. അപ്പൊ എന്താണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞപ്പോ? എന്താ വായിച്ചപ്പോ മനസ്സിലായേ? നമ്മള് പേഷ്യൻസിലെ ഇൻഡയറക്റ്റ്ലി, നേരിട്ട് അല്ലാതെ ഉള്ള കെയർ കൊടുക്കുന്നുണ്ട് അല്ലെ. എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട് പേഷ്യൻസിനെ? ഇൻഡയറക്റ്റ്ലി നമ്മുടെ നഴ്സിംഗ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട്? എന്തൊക്കെയാണ്? നമ്മളിപ്പോ ഡിസ്ചാർജ് പ്ലാൻ ഒക്കെ എഴുതുന്നത് അല്ലെ. എന്താണ് അത്? പേഷ്യൻസിന് വേണ്ടി നഴ്സുമാര് ചെയ്യുന്നതാണ് അല്ലെ. ഇപ്പോ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് പ്രകാരം ഡോക്ടേഴ്സ് പറയുന്ന സ്റ്റാഫുകളാണ് എഴുതുന്നത് ഡിസ്ചാർജ് സംഭരിക്കുക. എന്താണ്? പേഷ്യൻസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ്, നേരിട്ട് അല്ലാതെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. റിപ്പോർട്ടുകളൊക്കെ എഴുതുന്നത്, അതുപോലെ
എന്താ റീഡിങ് ആൻഡ് റൈറ്റിംഗ് പേഷ്യന്റ് റെക്കോർഡ്സുകൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കാം, റെക്കോർഡ്സുകൾ തയ്യാറാക്കുന്നത്, ഡിസ്ചാർജ് പ്ലാൻ തയ്യാറാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻഡയറക്ട്ലി ആണ്. പക്ഷെ എന്താണ്, രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവര് ചെയ്യുന്നത്, അതും നേരിട്ടല്ലാതെ. ക്ലിയർ ആയോ? ഡയറക്റ്റ് കെയർ ഉണ്ട്, ഇൻഡയറക്റ്റ് കെയർ ഉണ്ട്. ഓക്കെ, എത്ര വരെ ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കാം കേട്ടോ. കഴിഞ്ഞോ? നെക്സ്റ്റ് ആണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. Okay, staff development is the process which the director towards the personal as well as the professional growth of a nursing and the other staff while they are employed by the health care. Staff development is the process which the director towards the personal as well as the professional growth of the nurses and other staffs while they are employed by the health care. It refers to all the training and education provided to enhance the job-related and personal knowledge, skills and mentalities towards employees. അപ്പോൾ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുമ്പോൾ എന്താണ്, വ്യക്തിയുടെ അല്ലെങ്കിൽ എന്താണ് ഈ എംപ്ലോയീസിനെ വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടും ഡെവലപ്പ് ചെയ്യുക എന്നതാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒരു എയിം എന്ന് നമുക്ക് പറയാം, അല്ലെ? വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടും ഡെവലപ്പ് ചെയ്യുക. ഇനി എന്താ പറയുന്നത്, അതുപോലെ തന്നെ ഒരു പുതിയ സ്റ്റാഫ്, അങ്ങനെ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു സ്റ്റാഫ് നമ്മുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവരെ എന്താ ചെയ്യാം? ആദ്യ ഡേ എന്താ ചെയ്യാ? അവരെ എന്ത് കൊടുക്കും? അവർക്ക് ആദ്യത്തെ ഡേ, ഫസ്റ്റ് ഡേ എന്താ ചെയ്യാം? എന്താ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ട്രെയിനിങ് കൊടുക്കും, അല്ലെ? ട്രെയിനിങ് കൊടുക്കും, അല്ലെ? എന്നതാണ്
നിങ്ങളുടെ വർക്ക് ഡ്യൂട്ടീസ് ഒക്കെ ഇന്നതാണ്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകള് ഇവരാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഡ്യൂട്ടി ഇതാണ്, വർക്കിംഗ് എൻവയോൺമെന്റ് ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് അല്ലെ. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ വർക്ക് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയാമല്ലേ. നമ്മളുടെ വർക്ക് എൻവയോൺമെന്റ് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്ന ആളുകള്, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലെ, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ടീം അവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഏതൊരു ഓർഗനൈസേഷനിൽ ചെന്നാലും അങ്ങനെയുള്ള ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് ടീം തന്നെ ഉണ്ടാവും. അവരെ പറയുന്നതാണ് ഇത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ. അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത്തരത്തിലുള്ള ജോലിക്ക് നിങ്ങൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, നിങ്ങളുടെ ജീവിതത്തിലെ ജോലി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്വപ്നമാണ് അല്ലെ. ആ ജോലിയിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തരത്തിലുള്ള ഡിഫറൻസ് ആണ് ഉണ്ടാകുന്നത്? ഡിഫറൻസ് ഉണ്ടാവോ? അല്ലെങ്കിൽ ഇപ്പൊ ഹരിതനെ പോലെ തന്നെ ഇരിക്കോ? അല്ലെങ്കിൽ ഞാൻ പോലെ തന്നെ ഇരിക്കോ? അല്ലെങ്കിൽ പിന്നെ എന്താ ശ്രുതിനെ പോലെ തന്നെ ഇരിക്കോ? ആണോ? മാറ്റങ്ങൾ ഉണ്ടാവോ അല്ലെങ്കിൽ ഇല്ലേ? എന്താ അഭിപ്രായം നിങ്ങളുടെ? ഇല്ല, മാറ്റം ഉണ്ടാവില്ല. ഉണ്ടാവോ? എത്തരത്തിലുള്ള ചേഞ്ചസ് ആണ് ഉണ്ടാവാ? മാറ്റങ്ങൾ ഉണ്ടാവും. എത്തരത്തിലുള്ള ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്? ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാവും. പിന്നെ പേഴ്സണാലിറ്റി, പെരുമാറ്റം, എക്കണോമിക്കലി വെൽത്ത്, പിന്നെ എന്തൊക്കെ മാറ്റാം? അപ്പിയറൻസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറഞ്ഞു. പിന്നെ ഹാപ്പിനെസ് കിട്ടും. പിന്നെ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. പിന്നെ നോളജ് ഇംപ്രൂവ് ആകും. മെച്യൂരിറ്റി കൂടും അല്ലെ. മെച്യൂരിറ്റി കൂടുന്നുണ്ട്. എങ്ങനെയാണ് മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ ബിഹേവ് ചെയ്യാം എന്നുള്ളത് പഠിക്കും. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവും. സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ആകും. വെരി ഗുഡ്. അങ്ങനെയുള്ള ചേഞ്ചുകളും ഡെവലപ്മെന്റ്സുകളുമാണ് ഒരു മനുഷ്യന് ഉണ്ടാകുന്നത് അല്ലെ. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവനൊരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സുകൾ അല്ലെ. അതാണ് പറയുന്നത് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടും അവനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ഓരോ സ്റ്റാഫിനും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത്? ഇനി എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് നോക്കാം. എന്താണ് ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്? എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി അല്ലെ. എംപ്ലോയി പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത നമുക്ക് കൂട്ടാനായിട്ട് പറ്റും അല്ലെ. പിന്നെന്താ? എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സ്. നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സേഫ് ആയിട്ടും അതുപോലെ തന്നെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കെയർ ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള കെയർ ഉറപ്പുവരുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകള് നോളജുകൾ ഒക്കെ ഇംപ്രൂവ് ആകുന്നുണ്ട്. പിന്നെ എന്താണ്? എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ് അല്ലെ. അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ പ്രാക്ടീസുകളൊക്കെ കൊടുക്കുന്നതിലൂടെ അവരുടെ ജോബിൽ അവർ ചെയ്യുന്ന ജോബിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ. ഒരു കോൺഫിഡൻസ് കിട്ടും, ഒരു മെച്യൂരിറ്റി ഫീൽ ചെയ്യും ഇല്ലേ. പിന്നെന്താ? orient the person towards their care, objective duties, job duties, personal policies. അപ്പൊ ഒബ്ജക്റ്റീവ്സ്, ജോബ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ പോളിസീസ്, ഓർഗനൈസേഷന്റെ പോളിസിനെ കുറിച്ചൊക്കെ നമ്മള് അവരെ പഠിപ്പിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അതൊക്കെ അറിയാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തു തരുന്ന ഒന്നാണ് ഇന്ന് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് സ്റ്റാഫ് ഡെവലപ്മെന്റിനുള്ളത്. എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി,
ensure safe and actual patient care by nurse, ensure satisfactory job performance by staff, orient the personnel towards their care objective, job duties, personal policies. Okay, what should we care? കഴിഞ്ഞോ? Okay. Next നോക്കാം. Types of staff development. Types of staff development നമ്മൾക്ക് എങ്ങനെയൊക്കെ നമുക്ക് എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ചെയ്തെടുക്കാം, പല പല ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തിട്ട് അല്ലെ, വ്യക്തിപരമായിട്ടും തൊഴിൽപരമായിട്ടും അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു എയിമാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിനുള്ളത്. അപ്പോ പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിലൂടെ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഡെവലപ്മെന്റും ഈ എംപ്ലോയീസിന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് 4 ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഇൻഡക്ഷൻ ട്രെയിനിങ് ഉണ്ട്, ജോബ് ഓറിയന്റേഷൻ ഉണ്ട്, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഉണ്ട്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇൻഡക്ഷൻ ട്രെയിനിങ് is the training given to new employees by the employer in order to help in adjustment to their new jobs and familiarize with their new working environment and the people who are working around them. അപ്പോ ഈ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ജോലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ മാനേജേഴ്സ് ആവാം അല്ലെങ്കിൽ മേലധികാരികളാകാം നമ്മുടെ തലയിൽ കുറെ അധികം ജോലികൾ വെച്ച് തരോ, ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് വെച്ച് തരാറുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ ആദ്യം എന്താ ചെയ്യിക്കാം? നമ്മള് ജോയിൻ ചെയ്ത് കഴിയുമ്പോ ആദ്യം എന്താ നമുക്ക് പറഞ്ഞു തരാം? എന്തൊക്കെ പറഞ്ഞു തരാറുണ്ട്? എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കും അല്ലെ. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട വർക്കിംഗ് എൻവയോൺമെന്റ്, ഡ്യൂട്ടീസ്, ഇൻസ്ട്രക്ഷൻസ്, ഇതൊക്കെ നമുക്ക് മേലധികാരികൾ അല്ലെ, അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ് നമുക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് 1-2 ദിവസമാണ് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ ഈ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അതിനകത്ത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി.
1 or 2 days ആണ് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വളരെയധികം ഭാരമൊന്നും നമ്മുടെ തലയിൽ വെച്ച് തരില്ല. പിന്നെ എന്താണ്, മേലധികാരികളെ ജോലിയെ കുറിച്ച് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട് അല്ലെ. കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ പരിചയപ്പെടുത്തി തരും. നമ്മുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്നുള്ളത് പറഞ്ഞു തരും. പിന്നെ നഴ്സുമാരൊക്കെ ആണെങ്കിൽ എത്ര പേഷ്യൻസിനെ നമ്മൾ കെയർ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, പ്രൊസീജിയർ എന്തൊക്കെയാണ്, എങ്ങനെയുള്ള രീതിയിലൂടെ നമ്മൾ പോകണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. നമ്മുടെ ഡ്യൂട്ടി ടൈമുകൾ, അങ്ങനെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ 1-2 ദിവസമായിരിക്കും അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത്. മേലധികാരികളായിരിക്കും തരുന്നത്. നമുക്ക് വർക്കിംഗ് കണ്ടീഷൻ, നമ്മുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കും. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന അവരെ നമ്മൾ പരിചയപ്പെടും. അതുപോലെ തന്നെ വർക്കിംഗ് എൻവയോൺമെന്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മുടെ ഡ്യൂട്ടീസ്, എത്ര രോഗികളെയാണ് നമ്മൾ പരിചരിക്കേണ്ടത്, നമ്മുടെ ഷിഫ്റ്റിംഗ് ടൈമുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് ഈ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ജോബ് ഓറിയന്റേഷൻ. The process of making aware of an individual of his or her role, responsibilities and relationship in the new workstations. It is an individualized training program aimed to get a newly hired employee more familiarized with their responsibilities. അപ്പോ ജോബ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാല് ചിലപ്പോ ഒരു വീക്കോ അല്ലെങ്കിൽ 1 monthോ ആണ് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം അത്ര ആണ് ട്രെയിനിങ്ങുകൾ, ഇത്തരത്തിലുള്ള ജോബ് ഓറിയന്റേഷൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതും മേലധികാരികളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ജോബിന്റെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ ട്രെയിനിങ്ങിലൂടെ. ഇപ്പൊ ഒരു റിസപ്ഷനിസ്റ്റ് ആണ്, ആ ജോലിയിലേക്കാണ് നമ്മളെ ജോയിൻ ചെയ്യിപ്പിച്ചതെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, എന്തൊക്കെ വർക്കുകൾ ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും മേലധികാരികൾ. അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആളുടെ കൂടെയൊക്കെ വേറൊരാളെ കൂടി ഇരുന്ന് കൊണ്ട് അവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങള് ഹോസ്പിറ്റലിലൊക്കെ ചില ടൈമിലൊക്കെ അങ്ങനെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ വർക്കും കാര്യങ്ങളും അറിയാത്ത ആളാണ്, പുതിയതായിട്ടുള്ള ഒരാളാണ്, അപ്പൊ പറയാറുണ്ട് അല്ലെ ഇത് ന്യൂ എംപ്ലോയി ആണ് അല്ലെ, അറിയില്ല, ആൾക്ക് അത്ര അധികം അറിയില്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുന്നുള്ളൂ അല്ലെ. ഓരോ കാര്യങ്ങളും അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. കുറെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരെ പഠിപ്പിക്കാനായിട്ട് ചിലപ്പോ 1 week എടുക്കാം, അല്ലെങ്കിൽ ഒരു മാസമൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഇത് ജോബ് ഓറിയന്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആൻഡ് educational experience planned before to provide in the job setting and closely identified with the service in order to help persons discharge his duties more effectively as the persons and as a worker. It is thus the planned instructional program planned instructional or training program given by an employee agency in the employment settings. അപ്പൊ ഇവിടെ പറയുന്നത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോബിന് എന്താണ് കയറിയതിനു ശേഷം ഡ്യൂട്ടീസ് ഒക്കെ നല്ല രീതിയിൽ ഇഫക്റ്റീവ്നെസ് ആക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ കൂടി അവരെ പഠിപ്പിക്കുന്നത്. ഓക്കെ, കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം ട്രെയിനിങ്ങിലൂടെയൊക്കെ. അവരുടെ ജോബ് ഇപ്പൊ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ അവരതില് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറെ കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ എക്സ്പീരിയൻസ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാക്കി മാറ്റാനായിട്ട് അങ്ങനെ കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഇൻ സർവീസ് ട്രെയിനിങ്. അവരുടെ ജോബിൽ അവർ എക്സ്പീരിയൻസ്ഡ് ആവാനായിട്ട് നല്ല രീതിയിൽ നോളജും സ്കില്ലും ഇംപ്രൂവ് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ അതിന് ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആക്കാം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അവരുടെ ജോബ് ഡ്യൂട്ടീസ് ഇഫക്റ്റീവ്നെസ് ആക്കുന്നതിന് വേണ്ടിയിട്ട്
അവരുടെ ഡ്യൂട്ടിയിൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കാര്യശക്തിയോട് കൂടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ കൂടി അവരെ പഠിപ്പിച്ചെടുപ്പിക്കുക. ഓക്കെ, അതാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഇനി എന്താ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഈസ് ഓൾ ദ ലേണിംഗ് ആക്ടിവിറ്റീസ് ദാറ്റ് happen after an individual has completed his basic education. It involves planned learning experience beyond a basic nursing educational programs. ഇവിടെ പറയുന്നത് ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 3 കാര്യങ്ങൾ അല്ലെ നമ്മൾ പറഞ്ഞു. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഉണ്ട്, ജോബ് ഓറിയന്റേഷൻ ഉണ്ട്, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കൂടുതൽ ജോബ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ക്ലാസ്സുകള്, അതുപോലെ തന്നെ പല സെമിനാർസുകള്, വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് വിടാറുണ്ട്. ഓക്കെ, അവരുടെ കൂടുതൽ 3 കാര്യങ്ങളും ഈ 3 ട്രെയിനിങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല്. ഇതിനു വേണ്ടിയിട്ടാണ് അവരുടെ ജോബിൽ കൂടുതൽ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ നല്ല ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടും ഇപ്പൊ നഴ്സുമാരാണെങ്കിൽ നഴ്സുമാരെ ഇത് ക്ലാസ്സുകള്, അതുപോലെ തന്നെ പല പല സെമിനാർസുകള്, വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് വിടും. അങ്ങനെയുള്ള ട്രെയിനിങ്ങിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസ്സുകള്, വർക്ക്ഷോപ്പുകള്, സെമിനാർസുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്ന പല പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്യിപ്പിച്ച് അവരുടെ വർക്കിൽ അവർ കൂടുതൽ ബെറ്റർ ആകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ 4 കാര്യങ്ങളാണ് പഠിച്ചത്. ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ് ഉണ്ട്, ജോബ് ഓറിയന്റേഷൻ ഉണ്ട്, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഉണ്ട്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇത്ര വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്ര വരെ എടുക്കുന്നുള്ളൂ, ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്ര വരെ ഓക്കെ ആണോ? എയിംസ് പറഞ്ഞു, ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്, ടൈപ്സുകൾ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കെയർ, സ്റ്റാഫ് ഡെവലപ്മെന്റ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്, ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. എത്ര ഉണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോന്നും പഠിക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? ഇൻഡക്ഷൻ ട്രെയിനിങ് ഉണ്ട്, ജോബ് ഓറിയന്റേഷൻ ഉണ്ട്, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഉണ്ട്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഉണ്ട്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ.
എത്രണ്ണമാണ് ഐഡന്റിഫൈ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ ഉത്തരവരി എടുത്തതില്? ഓക്കെ ആണോ? എയിംസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ ഹരിതയ്ക്ക്. ഹരിത എവിടെ പോയി എയിംസ് പറഞ്ഞപ്പോ? ബാക്കി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. എവിടെ പോയി? ക്ലാസ്സിലുണ്ടായിരുന്നോ? ഓക്കെ, മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എയിംസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആർക്ക് വേണമെങ്കിലും പറയാട്ടോ. ഹലോ, എന്ത് പറ്റി ഹരിത? ക്ലാസ്സിൽ കയറിയില്ലേ? ക്ലാസ്സിൽ കയറി മാം, കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അത് ഒതുക്കാന്നുണ്ട്. കറക്റ്റ് അങ്ങോട്ട് കിട്ടിയില്ല. ക്ലാസ്സിലുണ്ടായിരുന്നു, പക്ഷെ അതൊന്ന് ക്ലിയർ ആയില്ലായിരുന്നു. ഒന്ന് പറഞ്ഞു തന്നാ മതിയായിരുന്നു. ജോലി വേറെ ചെയ്യാൻ പോയല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ, ക്ലാസ് എടുക്കുമ്പോ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുക, ക്ലാസ്സിൽ തന്നെ ഇരിക്കുക. മറ്റു ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുന്നത് കേൾക്കില്ല. ഹരിത ഇങ്ങനെ ചോദിക്കുമ്പോ മറ്റുള്ളവരുടെ ക്ലാസ് അല്ലെങ്കിൽ നേരം കൂടിയാ പോകുന്നത് അല്ലേ? ഓക്കെ മാം, മനസ്സിലാവും. മാമിന് ചോദിച്ച ഡൗട്ട് ഉണ്ടോ ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ വേറെ ജോലി കുറെ നിൽക്ക, മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവും അല്ലെങ്കിൽ. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒന്ന് ആ കുട്ടിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ എയിംസ്. ആര് പറയും? ആരെങ്കിലും പറഞ്ഞോളൂ, വേഗം പറയൂ, ടൈമായി. നെക്സ്റ്റ് മിസ്സിന് കയറണം. പറഞ്ഞു കൊടുത്തോളൂ എയിം. ആരാ പറയാ? ആരെങ്കിലും പറയുമെന്ന്? ആരുമില്ലേ പറഞ്ഞു കൊടുക്കാൻ? ഞാൻ തന്നെ പറയണോ? എനിക്ക് 4 അവർ ക്ലാസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ചോദിക്കുമ്പോ. 4 അവർ ക്ലാസ് ആണ്, 4 അവർ എടുക്കുമ്പോ ഇങ്ങനെ റെക്കോർഡിംഗ് ക്ലാസ് കേട്ടാ മതി. ഓക്കെ, റെക്കോർഡിംഗ് ക്ലാസ് കേട്ടാ മതി കേട്ടോ ഹരിത. ഓക്കെ, ഇത് തുടങ്ങി ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ ഇരിക്കുന്നത് കറക്റ്റ് ആയിട്ട് ഇരിക്കുക. 1:30 to 2:30 വരെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കണം. മറ്റു പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടാവില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ളവർക്കായാലും ടീച്ചേഴ്സിനായാലും അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വിചാരിക്കും ടീച്ചേഴ്സിന് ഒരു പണിയില്ല അല്ലെങ്കിൽ എന്താ. 10:30 to 3:30 വരെ അടുപ്പിച്ച അവേഴ്സുകളാണ്. അപ്പൊ അത് തുടർന്ന് ഇങ്ങനെ 1 മണിക്കൂർ നിങ്ങൾ ഇന്ന് വായിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. വായിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലെ? ഞങ്ങളുടെ എഫേർട്ടുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ കാലാവസ്ഥയൊക്കെ ചേഞ്ച് ആണ്, ചുമയും പനികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ചിരിക്കാം ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, റെക്കോർഡിംഗ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരണ്യ ഒന്ന് പറഞ്ഞു.